കൂട്ടുകാരെ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ന്യൂ ഇന്റീരിയർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം സാധാരണ നമ്മുടെ ഇന്ത്യൻ വർക്കിലും കാര്യങ്ങളിലൊക്കെ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ, അതായത് പുതുതായിട്ട് വീട് വെക്കുന്നവർക്കും അതിനോടനുബന്ധിച്ച് ജോലി ചെയ്യുന്നവർക്കും കൂടെ പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ. അതായത് ഇന്ന് ഭൂരിഭാഗം വീടുകളുടെയും ജനൽ കട്ടളകൾക്ക് ഉപയോഗിക്കുന്നത് മറ്റേ റൗണ്ട് പൈപ്പാണ്, GI പൈപ്പുകളാണ്. അപ്പൊ ഇത് പെയിന്റ് ചെയ്യാനായിട്ട് വരുന്ന താമസം എന്ന് പറയുന്നത് വളരെ വലുത്. അപ്പൊ അത് എത്രയും വേഗത്തിൽ നമുക്ക് തീർക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ട്രിക്ക്, ശരിക്കും പറഞ്ഞാൽ പെയിന്റർമാരെ വരെ ഞെട്ടിച്ച ആ ഒരു കിടിലൻ ട്രിക്ക്. അപ്പൊ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായിട്ടും കാണുക. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെ ആയിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തുകയും കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോഴത്തെ ഇതിനാണ് നമ്മൾ പെയിന്റ് അടിക്കാൻ പോകുന്നത്. ഇത് 3/4 ഇഞ്ചിന്റെ GI പൈപ്പാണ്, റൗണ്ട് പൈപ്പാണ്. ഉണ്ടല്ലോ, ഇതിപ്പോ 2 വാളി ജനലിന്റെ നീളത്തിന് നമ്മളിപ്പോ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ സാധനം. അപ്പൊ ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് എത്ര എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് കുറച്ച് സാധനം ആവശ്യമാണ്. ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് PVC പൈപ്പാണ്. ഇതാണ് ഇതിന്റെ PVC പൈപ്പ്. അപ്പൊ ഏകദേശം ഇപ്പൊ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും ഒരു 5 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ നീളം കുറച്ചാണ് ഞാനിത് മുറിച്ചിരിക്കുന്നത്. കണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ നീള വ്യത്യാസം കൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ഒരറ്റത്ത് നമ്മൾ ഇതിന്റെ എൻഡ് ഗ്യാപ്പ് ഇട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ യാതൊരു കാരണവശാലും ഒരു ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എൻഡ് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഇതിന്റെ അകത്തോട്ട് നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈമർ ആണെങ്കിലും പെയിന്റ് ആണെങ്കിലും അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പെയിന്റ് ആണ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പെയിന്റ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. പെയിന്റ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോ അപ്പോക്സി പ്രൈമർ ഏതുകൊണ്ടും നമുക്ക് ചെയ്യാം. അപ്പൊ ഇപ്പൊ വിസിബിലിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത് പെയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പെയിന്റ് തന്നെ കാണിക്കുന്നത്. അപ്പൊ ഇത് ഒഴിക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏകദേശം ഒരു 10 സെന്റിമീറ്ററോളം താഴത്ത് വരെ കൊണ്ട് നമുക്ക് ഇത് നിർത്തണം. കാരണം വെച്ചാൽ മുകളിലൊരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് വേണം. കാരണം ഇത് നമ്മൾ ഇറക്കുന്ന സമയത്ത് മുകളിലോട്ട് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് വേണം. അപ്പൊ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം PVC പൈപ്പ് നന്നായിട്ട് ഡീസലോ ഇല്ലെങ്കിൽ മണ്ണെണ്ണ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് ഇറക്കി കൊടുക്കുക. ഓക്കെ, ഇറക്കിയതിന് ശേഷം ഇതിന്റെ നീളം ഓൾറെഡി ഇത് ഈ രീതിയിൽ ഇത്രയും പുറത്ത് നിൽക്കണം. ഇങ്ങനെ നിന്ന ശേഷം പതിയെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നേരെ മുകളിലോട്ട് എടുക്കുക. മുകളിലെടുക്കുന്നത് തന്നെ ഞാനപ്പോൾ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. കാര്യം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമേ അതൊന്ന് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ പൊക്കി പിടിച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളിലും നല്ല രീതിയിൽ തന്നെ ഇത് കോട്ടിങ് ആയിട്ടുണ്ട്. കണ്ടോ, കാര്യം നമ്മളിപ്പോൾ ബ്രഷിന് അടിക്കാൻ റോളറിന് അടിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് നമുക്ക് സാധിക്കത്തില്ല. അതിനുശേഷം ഇവിടെ വെച്ചിരിക്കുന്ന ആ ട്രേയിലോട്ട് ഇതിന്റെ തുള്ളികൾ വീഴുന്നതിന്റെ ആ ട്രേയിലോട്ട് വീഴാവുള്ളൂ. ട്രേ ഒന്ന് മുന്നിൽ വെച്ച് അങ്ങനെ പൊക്കിയെടുക്കുക. ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഇപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പകുതിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് വലിയും. കാര്യം ഓട്ടോ പെയിന്റ് അല്ലെങ്കിൽ പ്രൈമർ അപ്പോക്സി പ്രൈമർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് സമയം മതിയാവും ഉണങ്ങാനായിട്ട്. അപ്പൊ ഇത് പകുതിക്ക് നമ്മൾ ചെയ്യണമെങ്കിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലാകത്തില്ല. നമ്മൾ പകുതിക്ക് ചെയ്തതിനു ശേഷം നേരെ ഇത് റിപ്പീറ്റ് തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യുക. ഇത് ഉണങ്ങി കഴിയുമ്പോൾ അപ്പം മറുവശത്ത് പിടിക്കുമ്പോഴും നമ്മുടെ കൈകളിലാകത്തില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു വീടിന്റെ കംപ്ലീറ്റ് ജനൽ കട്ടളുകളുടെ പൈപ്പുകൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ചെയ്യുന്നതുകൊണ്ട് വേറെ ചെറിയൊരു ഗുണം കൂടെ ഉണ്ട്.
ഇതിന്റെ ഇൻസൈഡിലും ഇത് കോട്ടിങ് ആകുകയാണ്. കാര്യം പലരും ചെയ്യുന്നതെന്ന് പറയുന്നത് ഒറ്റ നീളത്തിൽ ഒറ്റ ലെങ്തിൽ പൈപ്പ് ഇട്ടിട്ട് അതിന് റോളർ ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചോ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരാൻ നേരത്ത് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ എൻഡിൽ ഓൾറെഡി അടിക്കാനും പറ്റാതെ വരും. ഇതിപ്പോൾ ആ ഒരു വിഷയമില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള നീളത്തിന് കട്ട് ചെയ്തെടുക്കുക. ജനലിന്റെ നീളം എത്രയാണോ ഇല്ല ജനലിന്റെ വീതി എത്രയാണോ ആ വീതിയുടെ എന്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ ഏകദേശം ഒരു പകുതിയോളം മൂന്നത്തക്ക രീതിയിൽ ഉള്ള ഒരു പൈപ്പും ഇതുപോലെ എടുക്കുക. അതിനടിയിൽ എൻഡ് ഗ്യാപ്പ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ പെയിന്റ് ഒഴിക്കുക. പെയിന്റ് ഒഴിക്കാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 സെന്റിമീറ്ററും, അതായത് നമുക്ക് കൈ പിടിക്കാൻ പരുവത്തിനുള്ളൊരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ സാധനം നമ്മൾ ഓരോ തവണ ഇത് മുക്കുമ്പോഴും നന്നായിട്ട് മാക്സിമം മിക്സ് ചെയ്ത് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം എൻ്റെ കാര്യം വെച്ചാൽ നമ്മൾ നന്നായിട്ട് രണ്ടാമതൊക്കെ ഇളക്കി കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് തന്നെ നമ്മൾ എടുക്കുക. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഉറപ്പിച്ച് നിർത്തിയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇച്ചിരി ബെറ്റർ. ഈ പൈപ്പ് എവിടെയെങ്കിലും ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇതുണ്ട്. ഇതിന് ശേഷം ഈ പൈപ്പ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള പ്രൈമർ ആയാലും പെയിന്റ് ആയാലും നല്ല രീതിയിൽ അത് ഡൈലൂട്ടിങ് ആവും. അതിനുശേഷം പതിയെ മേലോട്ട് പൊക്കിയെടുക്കുക. കറക്റ്റ് പൗഡർ കോട്ടിങ് പോലെ എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ചെറുതായിട്ട് വെയിറ്റ് ചെയ്യുക. കാര്യം അതിലുള്ള തുള്ളികളൊന്നും മാറുന്നത് വരെ. അതിനുശേഷം അടുത്തൊരു ട്രേ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രേയിലോട്ട് നമ്മൾ പതിയെ ഈ സാധനം ഇങ്ങനെ ഊരി അങ്ങോട്ട് വെക്കുക. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം വീണ്ടും തിരിച്ച് ഇതിൻ്റെ മറുഭാഗം ഇതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇനി ആർക്ക് വേണമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഇതിപ്പം റൗണ്ട് പൈപ്പ് തന്നെയല്ല, സ്ക്വയർ പൈപ്പ് ആണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ എടുക്കാൻ ശ്രമിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പൈപ്പാണോ നമുക്ക് പെയിന്റ് അടിക്കേണ്ടത് അതിൻ്റെ വണ്ണത്തിൻ്റെ അളവിനെക്കാട്ടി സ്വല്പം കൂടി വലിപ്പമുള്ള പൈപ്പ് എടുക്കുക. അതിന് പറ്റിയൊരു എൻഡ് ഗ്യാപ്പും സംഘടിപ്പിക്കുക. ഓക്കെ, വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ പെട്ടെന്ന് ഒരു മാക്സിമം അരമണിക്കൂർ കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാര്യം നിങ്ങളിലൂടെയാണ് നമ്മുടെ വീഡിയോകൾ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നതും മറ്റുള്ളവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.